അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു ഇൻറ്റിമേഷൻ വന്ന സ്ഥിതിക്കാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പ്രധാനമായും നമുക്കറിയാം ജൂലൈ മാസം നടക്കേണ്ട ഈ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് 2025 സെറ്റ് എക്സാമിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ഡേറ്റ് 10-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂൺ മാസം 10-ാം തീയതി മിഡ് നൈറ്റ് വരെയാണ് അതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. അതിൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ്, ഡേറ്റ് ഓഫ് ടെസ്റ്റ്. നിങ്ങൾ നോക്കുക, ടെൻറ്റേറ്റീവ്ലി ഓൺ 24 ഓഗസ്റ്റ് 2025. ആലോചിച്ച് നോക്കണം, ഓഗസ്റ്റ് മാസം 24-ാം തീയതി നടക്കുമെന്ന രീതിയിലേക്കാണ് നിലവിലൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് LBS ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സാധാരണ രീതിയിൽ ഓരോ വർഷവും 2 ഫേസ് ആയിട്ട് നടക്കും. ആദ്യത്തെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ജാനുവരി മാസവും രണ്ടാമത്തത് ജൂലൈ മാസമാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ജൂലൈയിൽ നിന്നും മാറി പോസ്റ്റ്പോൺ ചെയ്ത് ഓഗസ്റ്റിലേക്ക് എത്തി. അപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ഇനിയും പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും ഗുണകരമായ ഒരു ഇനീഷ്യേറ്റീവാണ് LBSൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ജൂൺ മാസം ആദ്യ ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2-2.5 മാസം ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയം അതുപോലെയുണ്ട്. ആ സമയം കൃത്യമായ തക്ക രീതിയിൽ വിനിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പ്രാവശ്യത്തെ സെറ്റ് എക്സാം ഇത്രയും നീട്ടാനുള്ള പല കാരണങ്ങളൊന്ന് നമുക്ക് തന്നെ തോന്നുന്നു, HSST പോലുള്ള എക്സാം വരുന്നുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും പ്രിപ്പറേഷൻ കുറച്ചും കൂടി ടൈം കൊടുത്ത് കുറച്ചധികം കുട്ടികൾ HSST പോലുള്ള എക്സാം എഴുതി അവരിൽ പാസ്സാവുകയാണെങ്കിൽ മേ ബി ആ കാൻഡിഡേറ്റ്സിനൊക്കെ ഗുണകരമാകാം എന്ന രീതിയിലായിരിക്കാം ഇതുപോലൊരു എക്സ്റ്റൻഷൻ ഡേറ്റ് ഓഫ് ടെസ്റ്റ് മാറ്റിയിരിക്കുന്നു വിചാരിക്കാം. അപ്പോൾ ഈ ഒരു അവസരം വേണ്ട രീതിയിൽ മുതലെടുക്കാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കണം. പ്രത്യേകിച്ച് HSST പോലുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റിനൊക്കെയുള്ള എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു എക്സാം തന്നെ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ 24-ാം തീയതി ഈ ഓഗസ്റ്റ് മാസം നടക്കുന്ന എക്സാമിലേക്ക് ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ കൃത്യമായ സമയമുണ്ട്. ആ സമയം വേണ്ട രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ക്രാഷ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ റെഗുലർ കോഴ്സും കൊടുക്കുന്നുണ്ട്. ഓരോ കോഴ്സിനും എത്ര രൂപയാണ് നമ്മൾ ഫീസായിട്ട് വാങ്ങുന്നത്, കോച്ചിങ്ങിന്, ഇതെല്ലാം ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ ചെയ്തതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസരങ്ങളാണ് മുന്നിലോട്ട് തരിക. ആ കൃത്യമായ അവസരം വിനിയോഗിച്ച് വിജയത്തിലേക്ക് എത്താനാണ് ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ കോച്ചിങ് എന്ന് പറയുന്നത് കൃത്യമായ പാറ്റേൺ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. നിങ്ങൾ ഇന്ന സമയം എന്തൊക്കെ കൃത്യമായി കവർ ചെയ്യണം, അതിൻ്റെ ബേസിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെയാണ് ഫോക്കൽ ഏരിയ, ഇതെല്ലാം മനസ്സിലാക്കി ഒരു കുട്ടിക്ക്, അതായത് ഇതുവരെ ഒന്നും പോലും പഠിച്ചു തുടങ്ങാത്തൊരു കുട്ടിക്ക് പോലും കൃത്യമായ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ അവർക്ക് എത്രത്തോളം അവരുടെ കൂടെ നിന്ന് അവർക്ക് നല്ലൊരു കോച്ചിങ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഇതുവരെ നമ്മൾ നൽകിയിട്ടുണ്ട്. നമ്മളായിട്ട് പറയുന്നതല്ല, നമ്മുടെ മറ്റ് വിജയിച്ചു പോയ കുട്ടികൾ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട്. കാരണം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് മാസം 24-ാം തീയതി എക്സാം നടന്നു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഫേസ് എക്സാം എന്ന് പറയുന്നത് ജാനുവരി നടക്കണമെന്നില്ല. അപ്പോൾ ഇനിയും കഴിയട്ടെ എന്നൊരു പോസ്റ്റ്പോൺമെൻ്റ് ആണ് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിജയം അതുപോലെ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് മാറി. അപ്പോൾ കൃത്യമായ സമയം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നല്ലൊരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ലിറ്റ്ഷോറിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്.